താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് ഭവനിൽ നിന്നും സ്ഥാനാർത്ഥികൾ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി പ്രകടനമായി ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 7ാം വാർഡിൽ നിന്നും കുമാരി ഹർഷ മനോജ്, 8ാം വാർഡിൽ നിന്നും പ്രിയപ്പെട്ട PR മോഹനൻ, 10ാം വാർഡിൽ നിന്നും കാലടി ഗ്രാമപഞ്ചായത്തിലെ 19 സ്ഥാനാർത്ഥികളും നമ്മുടെ 3 ഡിവിഷനിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും 2 ഡിവിഷനിൽ വരുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ് ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ കാലടി ഗ്രാമപഞ്ചായത്തിലേക്ക് കൊടുക്കുന്ന നോമിനേഷൻപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അവിടെ അങ്കമാലിയിൽ കൊടുക്കും. വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ്, വളരെ സന്തോഷത്തോടെയാണ്, വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ സ്ഥാനാർത്ഥികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കാലടിയിലെ UDF സംവിധാനവും അണിനിരത്തിയിട്ടുള്ളത്. ഈ 19 സ്ഥാനാർത്ഥികളും കഴിഞ്ഞ പ്രാവശ്യം 11എങ്കിൽ ഇപ്രാവശ്യം 19-ൽ 19 സീറ്റും പിടിച്ചടക്കിക്കൊണ്ട് കാലടി പഞ്ചായത്തിൻ്റെ ഭരണം വീണ്ടും UDF തുടരും എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഈ പ്രയാണത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹായ സഹകരണം ഉണ്ടാകണം. നമ്മുടെ 19 സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇന്ന് നോമിനേഷൻ ദിവസമാണ്. നേരത്തെ ഇവിടെ സാബു പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വീണ്ടും ഈ 19 സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷമില്ലാത്തൊരു പഞ്ചായത്തായി ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കും. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ 19 വാർഡുകളിലും വളരെ സുസമ്മതരായിട്ടുള്ള കാൻഡിഡേറ്റുകളെ നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിലേക്ക് വന്നിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും 19 സ്ഥാനാർത്ഥികളെയും ഞാൻ ഈ അവസരത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടി അഭിവാദ്യം ചെയ്യും. കാലടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തുടർ ഭരണം നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് UDF. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഹർഷ മനോജ് എന്നതാണ് നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. സ്ഥാനാർത്ഥികളായ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റിന്നി പാപ്പച്ചൻ, വൈസ് പ്രസിഡന്റ് ഷാനിദ നൌഷാദ് തുടങ്ങിയ 19 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് കാലടി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഭരണം തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യുജ്വല പോരാട്ടമാണ് ഐക്യജനാധിപത്യ മുന്നണി കാലടിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാലടിയിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ അർപ്പിച്ച കഴിഞ്ഞ 5 വർഷക്കാലത്തെ വിശ്വാസം ഞങ്ങൾ കാത്ത് സംരക്ഷിച്ച് കാലടിയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ വീണ്ടും സമീപിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം
ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഭരണസമിതി തുടരുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ഈ ദിവസങ്ങളിലുള്ള പ്രതികരണത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്.